ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, രണ്ട് വിധമായ ശബ്ദങ്ങളെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 4-5 വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഇടയൻ്റെ ശബ്ദവും. രണ്ട്, അന്യൻ്റെ ശബ്ദവും. ഈ രണ്ട് ശബ്ദവും ആടുകൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആടുകൾ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് കൊണ്ട് ഇടയനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അവർക്ക് അറിയാത്തത് കൊണ്ട്, അറിയായ്ക കൊണ്ട് അവരെ വിട്ട് ഒഴിഞ്ഞു പോകുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ യഹോവയുടെ ഇടയനാകുന്നു എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയതുപോലെ നമുക്കൊരു ഇടയനുണ്ട്. ആ ഇടയൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. യേശു ക്രിസ്തു നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയ ഇടയൻ. ഓരോ നാളും ആ യേശുവിൻ്റെ ശബ്ദം, ആ ഇൻപസ്വരം, ആ മാധുര്യ മൊഴികൾ നാം കേട്ട് യേശുവിൻ്റെ പാത അനുഗമിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ആമേൻ പ്രാപിക്കുവാനിടയായിത്തീരും. എന്നാൽ അതേസമയം തന്നെ യേശുവിൻ്റെ ശബ്ദം ഇന്നതെന്ന് തിരിച്ചറിയാതെ അന്യന്മാരുടെ ശബ്ദം കേട്ട് അത് രസിച്ച് അതിൽ പ്രിയപ്പെട്ട് അങ്ങനെ നാം അനുഗമിക്കുകയാണെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വചനങ്ങളിൽ വായിക്കുന്നത് പോലെ ആമേൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുമുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. അതെ, ഇന്ന് അനേകർ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ ആമേൻ ഇൻപമേറിയ സ്വരം തിരിച്ചറിയുന്നില്ല. യേശു ഇന്നും നമ്മെ വിളിക്കുന്നു, മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. ഞാൻ നിനക്ക് വേണ്ടി ആമേൻ കഷ്ടം സഹിച്ചു. ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, നിനക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി അടക്കപ്പെട്ടു, നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്നും ഞാൻ നിനക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ മകനെ, മകളെ, എൻ്റെ അടുക്കലേക്ക് ഓടുവാ, ആമേൻ എന്ന് യേശു കർത്താവ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദം നാം തിരിച്ചറിഞ്ഞ് ആരാണോ യേശുവിനെ അനുഗമിക്കുന്നത്, നിശ്ചയമായി അവർ രക്ഷ പ്രാപിക്കും. ഇടുക്കുവാതിലൂടെ ആയിരുന്നാലും അവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 4-5 വചനങ്ങൾ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ നാളുകളിൽ നാം ചിലതിനെയൊക്കെ വിട്ട് ഓടിപ്പോകേണ്ടതാണ്. ആമേൻ. പാപത്തെ വിട്ട്, വിഗ്രഹാരാധന വിട്ട്, ലോക ഇൻപങ്ങളെ വിട്ട് നാം ഓടിപ്പോകണം. ആ ശബ്ദങ്ങൾ നമ്മെ മാടി വിളിക്കും, ആ ശബ്ദങ്ങൾ നമ്മെ രസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അതൊക്കെ നാം വിട്ട് ഓടിപ്പോകണമെങ്കിൽ എപ്പോഴും നമുക്ക് മുൻപായി നല്ല ഇടയനായ യേശു കർത്താവ് ഉണ്ടായിരിക്കണം. ഞാൻ യഹോവ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മെ നടത്തുന്നത് യേശു ക്രിസ്തു ആയിരിക്കണം. ആ ശബ്ദം നാം തിരിച്ചറിഞ്ഞ് യേശുവിനെ അനുഗമിക്കണം. എന്നാൽ ഉള്ള ഗുണം അതേ അധ്യായം യോഹന്നാൻ 10-ാം അധ്യായം അതിൻ്റെ 27, 26, 27 വചനങ്ങളിൽ വായിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ആർക്കാ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത്? ആർക്കാ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന? എൻ്റെ ആടുകൾ, അതായത് യേശുവിൻ്റെ ആടുകൾ, യേശുവിൻ്റെ ജനം, അതായത് ഞാൻ, എനിക്കുള്ളവൾ, ഞാൻ, ആമേൻ സ്തോത്രം, എൻ്റേത് എന്ന സ്വാർത്ഥത വിട്ട് നമ്മുടെ ആമേൻ സ്തോത്രം സ്വന്തം വിവേകത്തെ മാറ്റി ആമേൻ സ്തോത്രം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ യേശുവിൻ്റേതാണ്, ആമേൻ, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ യേശുവിൻ്റേതാണെന്ന ചിന്തയോടുകൂടെ
നാം ജീവിക്കുമ്പോൾ യേശു പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അവർക്ക് മാത്രമേ ഓരോ നിമിഷവും യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുവാനിടയാകത്തുള്ളൂ. പലരും ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല, യേശു ക്രിസ്തു ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. ആമേൻ. അതൊക്കെ വെറുതെ പറയുന്നതാ, യേശുവിൻ്റെ ശബ്ദമൊന്നും കേൾക്കുവാൻ കഴിയത്തില്ല. അല്ല പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലൊരു സമർപ്പണമുണ്ടോ? ഞാൻ എൻ്റേതല്ല, ഞാൻ യേശുവിൻ്റേതാണെന്നൊരു സമർപ്പണമുണ്ടോ? നിശ്ചയമായി നിങ്ങൾക്കും യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുവാനിടയായിത്തീരും. അങ്ങനെ അനുഗമിക്കുന്നവർ, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ്, എല്ലാവരും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ആമേൻ. നീ നശിച്ചു പോകും, നീ ഇല്ലാതെയായി പോകും, നിൻ്റെ ജീവിതം ഇതോടെ ശൂന്യമായി പോകുമെന്ന് ആരൊക്കെ വിധി എഴുതിയാലും നമ്മെ യേശുവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാമോ? യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആമേൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കാമോ? ആമേൻ. യേശുവിനെ അനുഗമിക്കാമോ? നാം ഒരു നാളും നശിച്ചു പോകത്തില്ല, നാം ഒരു നാളും ആമേൻ തകർന്നു പോകുവാൻ, ആമേൻ സ്തോത്രം സ്തോത്രം, ദുഷ്ടമൃഗങ്ങളാൽ നമ്മെ കടിച്ചു കീറുവാൻ നല്ല ഇടയനായ യേശു കർത്താവ് ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ യേശുവിൻ്റെ കയ്യിൽ നിന്ന്, ആ വലിയവനായ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ച് പറിക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. ആമേൻ. പൂർണ്ണമായി വിശ്വസിക്കുക. ആമേൻ. ആടുകളായി, ആമേൻ സ്തോത്രം, നല്ല ഇടയനായ യേശുവിൻ്റെ കൈക്കലെ ആടുകളായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ യേശു കർത്താവ് പോലും രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്നു. അതുപോലെ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. സ്തോത്രം സ്തോത്രം. യേശു കർത്താവ് നമ്മെ ജയത്തോടെ വഴി നടത്തും. ആമേൻ. നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഓരോ നാളും ആ ഇൻപ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതിന് പ്രകാരം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്പാ, ലോകത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവേ സ്തോത്രം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്ന് ലൗകിക ചിന്തകളും സംസാരങ്ങൾ കേട്ട് അതിൽ രസിച്ച് ആ ശബ്ദം കേട്ട് നശിച്ചു പോകുന്നവരായിട്ടല്ലല്ലോ കർത്താവേ, യേശുവിൻ്റെ ഇൻപസ്വരം കേട്ട് യേശുവിൻ്റെ കരങ്ങളിൽ, നല്ല ഇടയനായ യേശുവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് കർത്താവെ അങ്ങയുടെ മക്കളായി ജീവിച്ച് നിത്യജീവൻ അവകാശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.